3, page number 90. For all n greater than or equal to 1, prove that 1 by 1.2 അല്ല ഇത് 1 into 2 എന്നാണ്. ഓക്കെ, 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n into n plus 1 is equal to n by n plus 1. അപ്പോൾ ഒരു നമ്പർ, ഫസ്റ്റ് നാച്ചുറൽ നമ്പർ, അതിന് തൊട്ടടുത്ത നമ്പർ, അതാണ് 1 into 2 എന്ന് വന്നത്. ഇവിടെ അത് നാച്ചുറൽ നമ്പർ, അതിന്റെ തൊട്ടടുത്ത നമ്പർ. അങ്ങനെ വരുമ്പോൾ ഒരു നമ്പർ n എടുത്ത് അതിന്റെ തൊട്ടടുത്ത നമ്പറാണ് n plus 1. ഇത് n by n plus 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ വി യൂസ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു പ്രൂവ് ദിസ്. വി യൂസ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ to prove this. സോ അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഒരു 2-3 പ്രോബ്ലത്തെ എത്തുമ്പോഴേക്കും നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ലെറ്റ് പി ഓഫ് എൻ ബി ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് പി ഓഫ് എൻ എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് പി ഓഫ് എൻ. ആ സ്റ്റേറ്റ്മെന്റ് അതേപോലെ എഴുതി വെക്കും. എന്താ, 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n into n plus 1 is equal to n by n plus 1. ഓക്കെ, സോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതി ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. ആദ്യത്തെ സ്റ്റെപ്പിന്റെ പേരാണ് ബേസിക് സ്റ്റെപ്പ്. ബേസിക് സ്റ്റെപ്പിൽ നമ്മൾ എന്നിന് പകരം എന്ത് കൊടുക്കും? 1 എന്ന് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നിന് 1 എന്ന് കൊടുത്താൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ മതി. സോ എന്ത് കിട്ടും? 1 by 1 into 2. സോ 1 by 1 into 2 എന്താ? 1 by 1 into 2 2 ആണ്. സോ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടി 1 by 2 എന്ന്. റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് നമുക്കുള്ളത് n by n plus 1 ആണ്. അവിടെ എന്നിന് പകരം 1 കൊടുക്കുക. സോ 1 by 1 plus 1 എന്ന് വരും. 1 by 2 തന്നെ കിട്ടും. സോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടി. LHS equal to RHS. P of n is true for n is equal to 1. ഫസ്റ്റ് നാച്ചുറൽ നമ്പറിൽ ഈ തന്നിരിക്കുന്ന റിസൾട്ട് കറക്റ്റ് ആണ്, ട്രൂ ആണ്. ഓർ നമുക്ക് എങ്ങനെ എഴുതാം? P of n is true for n is equal to 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ P of 1 is true എന്ന് എഴുതായാലും മതി. ഓക്കെ, സോ വാട്ട് ഇസ് സെക്കൻഡ് സ്റ്റെപ്പ്? ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ്. In this step, assume P of n is true for n is equal to k, where k is some natural number. Okay, that is P of k. എന്നിന് പകരം എന്ത് കൊടുക്കുക? പി ഓഫ് എന്നിന് പകരം കെ കൊടുക്കുക. സോ പി ഓഫ് എൻ എന്താവും? പി ഓഫ് കെ ആവും. അപ്പൊ തന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ മാറ്റി എഴുതണം. എന്നിന് പകരം കെ എഴുതണം. സോ എങ്ങനെ എഴുതാം? 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by k into k plus 1 is equal to k by k plus 1 is true. ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. സോ ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തതാണ് മെയിൻ സ്റ്റെപ്പ്, ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. ബൈ യൂസിങ് 1 നമ്മുടെ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് യൂസ് ചെയ്തിട്ട് വി ഷാൽ പ്രൂവ് ദാറ്റ് P of n is true for n is equal to k യിലാണ് ഈ റിസൾട്ട് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത്. സോ അതിന്റെ അടുത്ത നമ്പറിൽ, അടുത്ത നാച്ചുറൽ നമ്പർ k+1 റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. സോ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഇപ്പോഴേ എഴുതി വെക്കുകയാണ്. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് തന്ന സ്റ്റേറ്റ്മെന്റിൽ എന്നിന് പകരം k+1 കൊടുക്കും. അതായത് 1 by 1 into 2 plus 1 by 2 into 3
plus 1 by 3 into 4 plus etc. plus 1 by n പകരം k plus 1. So k plus 1 into n കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് n plus 1. So k plus 1 കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാണ്? k plus 2. That's equal to right sideലും n പകരം k plus 1 കൊടുക്കണം. n k plus 1 ആകും. So n plus 1 എന്താവും? k plus 1 plus 1. അപ്പോൾ അത് k plus 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. LHS equal to 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus second last term എഴുതണം. ലാസ്റ്റ് ടേം എഴുതുന്നതിന് മുമ്പ് സെക്കൻഡ് ലാസ്റ്റ് ടേം എഴുതും. സോ 1 by k plus 1 വന്ന് അതിൻ്റെ തൊട്ട് മുന്നത്തെ ടേം എന്തായിരിക്കും? k ഇൻറ്റു k plus 2ൻ്റെ തൊട്ട് മുന്നത്തെ ടേം k plus 1. ഓക്കെ, പ്ലസ് ലാസ്റ്റ് ടേം 1 by k plus 1 into k plus 2. ഓക്കെ, അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് മുഴുവൻ എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ടേം മുതൽ സെക്കൻഡ് ലാസ്റ്റ് ടേം വരെയുള്ളതിൻ്റെ സമ്മ് നമ്മൾ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസിൽ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ വരിക? ആദ്യത്തെ ടേം മുതൽ 1 by k into k plus 1 വരെ k by k plus 1 ആണ്. സോ ഇത്ര എണ്ണത്തിന് പകരം നമുക്ക് എന്തെഴുതാം? k by k plus 1 plus 1 by k plus 1 into k plus 2. ഓക്കെ, ഇനി ഇതിനെ രണ്ടിനെ നമുക്ക് ആഡ് ചെയ്യണം. രണ്ട് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച മെത്തേഡിലല്ല ഇനി മുതൽ ഫ്രാക്ഷൻസ് ആഡ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ 1 by 2 plus 1 by 8 ചെയ്തിരുന്നു. എങ്ങനെ ചെയ്തത്? ക്രോസ് മൾട്ടിപ്ലൈ 1 into 8 8 എഴുതും, 1 into 2 2 എഴുതും, എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ 2 into 8 60, എന്നിട്ട് നമ്മൾ 10 by 16 കിട്ടും. അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ 5 by 8 എന്ന് ആൻസർ എഴുതി വെക്കും. ആ മെത്തേഡിൽ ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്തുക ബുദ്ധിമുട്ടാവും. അപ്പം ഇനി LCM ഉപയോഗിച്ചിട്ട് വേണം ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ. സോ അതറിയാത്തവർ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഡിനോമിനേറ്റർ മാത്രമാണ് നോക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്താ? k plus 1. രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്താ? k plus 1ഉം k plus 2. സോ k plus 1 ഇത് രണ്ടിനും ഉണ്ട്. സോ LCMൽ ആ k plus 1 വരും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഡിനോമിനേറ്റർ എന്തായാലും ഡിനോമിനേറ്ററിൽ വന്നിരിക്കണം. അത് നമ്മൾ എഴുതി. രണ്ടാമത്തെ ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററിൽ വന്നിരിക്കണം. രണ്ടാമത്തെ ഡിനോമിനേറ്ററിൽ k plus 1 ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനി എഴുതണ്ട, ഒരു തവണയേ എഴുതുള്ളൂ. അപ്പൊ നമുക്ക് എന്തെഴുതിയാൽ മതി? k plus 2 എഴുതിയാൽ മതി. സോ സമ്മിന്റെ ഡിനോമിനേറ്റർ എന്താ വന്നേ? k plus 1 into k plus 2. ഓക്കെ, ഇനി നോക്കാം. ആദ്യത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ k ആണ്. ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ k plus 1 ആണ്. k plus 2 ആദ്യത്തെ ഫ്രാക്ഷൻ ഇല്ല. സോ kനെ k plus 2 കൊണ്ട് മൾട്ടിപ്ലൈ, എന്താണോ ഇല്ലാത്തത് അതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്താണ്? k plus 1 into k plus 2. ഇതേ ഡിനോമിനേറ്റർ തന്നെയാണ്. സോ അവിടെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ല, 1 അതേപോലെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. k into k k സ്ക്വയർ പ്ലസ് k into 2 2k പ്ലസ് 1 by k plus 1 into k plus 2. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്ത റിസൾട്ട് എത്തേണ്ടത് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നോക്കിക്കോ, മുകളിൽ k plus 1 ആണ് വരേണ്ടത്, താഴെ k plus 2 മാത്രം മതി. ഇവിടെ നമുക്ക് k plus 2ന്റെ കൂടെ k plus 1 ഉണ്ട്. k plus 1നെ അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1നെ k പ്ലസ് 1ന്റെ ടേംസിൽ എഴുതാൻ പറ്റുമോ? ഒരു k പ്ലസ് 1 ക്യാൻസൽ ചെയ്യണം, ഒരു k പ്ലസ് 1 അവിടെ തന്നെ നിർത്തുകയും വേണം. സോ ന്യൂമറേറ്റർ എന്തായിരിക്കും? k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ആ രീതിയിൽ ചിന്തിച്ചെഴുതാം. അല്ല എങ്കിൽ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറയുന്നത് k പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണെന്ന് മനസ്സിലേക്ക് വന്നാൽ അത് എഴുതി വെക്കുക. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ k. അപ്പൊ എപ്പോഴും എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിലേക്ക് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഒരു k പ്ലസ് 1 ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് ന്യൂമറേറ്ററിൽ k പ്ലസ് 1ഉം ഡിനോമിനേറ്ററിൽ k പ്ലസ് 2ഉം നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു RHS.
ഓക്കെ, അപ്പൊ നമുക്ക് പറയാം thus P of n is true for n is equal to k plus 1. Hence by PMI P of n is true for all, ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ എഴുതാം, for all n greater than or equal to 1.